ആ റീലിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റാ, പോടി നിന്നെ പോലെ നശിച്ചു പോടി അയക്ക്. അത് അങ്ങനെ ചെയ്തത് കൊണ്ട് അയക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടിയത്? ഒരു കുട്ടി വളരുന്നത് പേരൻസിനെ മാത്രം കണ്ടല്ല. ഇറ്റ്സ് ഈസി ടു കം ഇൻ ടു മൈ ലൈഫ്. വിട്ടു പോകാൻ കുറച്ച് പാടാണ്, പക്ഷെ വിട്ടുപോയിട്ടുള്ളവരുണ്ട്. തിരിച്ചവർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. ഇറങ്ങി പോയിട്ടുള്ളവരെല്ലാം എനിക്ക് അത്രയും, ഞാൻ വളരെയധികം പേഴ്സണലി എന്നെ തന്നെ വളരെയധികം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എന്ന വ്യക്തിക്ക് അവരുടെ ലൈഫിൽ അത്രയേ വാല്യൂ അവർ കൊടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിലെ മഞ്ജു വാര്യർ ഞാൻ തന്നെ. ഓഫ് കോഴ്സ്. ആദ്യം ഞാനിങ്ങനെ മോഡലോ നല്ലതാ ചെയ്തോ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനോ ടാലന്റ് വേണമെന്നൊന്നുമില്ല, ഭാഗ്യം വേണം. പിഷുവിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിലുള്ളതിനേക്കാളും പൊളിറ്റിക്സ് ആണ് മലയാളം ചാനൽസിനകത്ത് നടക്കുന്നത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ആര്യ. ഈ പ്രേമിച്ച് മറ്റേ ലിവിങ് ടുഗെദർ ടെസ്റ്റ് ഒക്കെ നടത്തി അതിലിനി ഓക്കെ ആണോ അല്ലയോ എന്നാണ്, അതിനൊന്നും എനിക്ക് വയ്യ. ഇന്ന് നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നു, നാളെ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾ വരും. അത് സ്വാഭാവികമാണ്. നമ്മളും ഒരു ഫാമിലി ആയിട്ട് പോയാൽ അത് നല്ലതല്ലേ എന്നുള്ള ഒരു തോട്ടൊക്കെ അവൾക്കും ഉണ്ട്. ഐ ആം സംവൺ ഹു ലവ്സ് ടു ബി ഇൻ എ കമ്പാനിയൻഷിപ്പ്. വെൽക്കം ആര്യ. ആര്യ സ്വാഗതം. താങ്ക് യു. റീൽ ടു റിയലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ഇന്റർവ്യൂ മുന്നേ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാവിയിലെ മഞ്ജു വാര്യർ ഞാൻ തന്നെ. അതായത് ഭാവിയിലെ മഞ്ജു വാര്യർ ഞാൻ തന്നെ എന്നുള്ള ഒരു ഡ്രീമിൽ നിന്ന് ഇന്ന് അവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു. ഇത്രയും വർഷമായിട്ടുള്ള കരിയറാണ്. ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഉയർച്ച താഴ്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ ഉള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗിൽറ്റ് ഫീലിംഗ്, ഇതൊക്കെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ആരോടായിരിക്കും? ഗിൽറ്റ് ഇല്ല. കരിയറിൽ അങ്ങനെ ഗിൽറ്റ് ഫീൽ ചെയ്യാനും മാത്രം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ എന്തോ. എനിക്കങ്ങനെ ഇതുവരെ ഞാൻ ചെയ്ത പ്രോജക്ട്സിലോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്ട്സിലോ ഒന്നും ഗിൽറ്റ് ഫീലിംഗ് ഇല്ല. അപ്പോൾ ഗിൽട്ട് പറയുന്ന ഒരു സാധനം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല ഇതുവരെ. ഗ്രാറ്റിറ്റ്യൂഡാണെങ്കിൽ അയ്യോ അത് കുറേ ആൾക്കാരോട് പറയാനുണ്ട്, വലിയ ലിസ്റ്റാണ്. പക്ഷെ ഞാൻ ഓൾസോ അറ്റ് ദ സെയിം ടൈം ഞാൻ വിചാരിക്കുന്നത് നിമിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ പ്രോബബ്ലി എല്ലാം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ തലവിധി എന്താണെന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇതിലേക്ക് എത്താനായിട്ട് പലരും വഴി എത്താം, അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് പലരും നമ്മുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ്ലി പല സാധനങ്ങളും കൊണ്ടിടും എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് ഏറ്റവും വലിയൊരു നന്ദി എന്നാലും എനിക്ക് ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എന്നെ കാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം എൻ്റെ ലൈഫിൽ വന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉറപ്പായിട്ടും ബഡായി ബംഗ്ലാവ് തന്നെയാണ്. അപ്പം അതിലേക്ക് എന്നെ എത്തിച്ച് കുറേ പേരുണ്ട്, കുറേ അധികം ആൾക്കാരുണ്ട്. എനിക്ക് പേരുകൾ പറയാൻ ഭയങ്കര പേടിയാണ്. കാരണം എങ്ങാനും ഞാൻ ഒരാളെ വിട്ടുപോയാലോ അവർക്കറിയാം അതാരാണെന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പം അതെനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട്, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് എന്നെ എത്തിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അത് വലിയൊരു ഭാഗ്യം. പിന്നെ ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിൽട്ട് എന്നല്ല, പക്ഷേ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരേ ഒരു പ്രോഗ്രാം ബിഗ് ബോസ് ആണ്. അറിയില്ലായിരുന്നല്ലോ, നമുക്ക് അറിയാണ്ട് കൊണ്ട് തലവെച്ച് പോയതാ. ഗിൽട്ട് എന്നല്ല, ദാറ്റ് വാസ് ഓൾസോ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പക്ഷെ ആ ഷോവിന് ഉള്ളിൽ നിൽക്കുമ്പോൾ ഒന്നും ഒരിക്കലും ബാഡ് അടിച്ചിട്ടില്ല. അയ്യോ അബദ്ധമായിപ്പോയി, ഇതിനകത്ത് വന്ന് പെടണ്ടായിരുന്നു, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. 75 ദിവസവും തോന്നിയിട്ടില്ല. പുറത്തിറങ്ങിയതിന് ശേഷം പക്ഷെ തോന്നി വേണ്ടായിരുന്നു എന്നാണ്. അത് പക്ഷേ അഗൈൻ ഒരു ഗിൽട്ടായിട്ടല്ല പറയണത്, പക്ഷെ ഒരു അബദ്ധം, ആ ഒരു ഫേസ് എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ അത് അവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ ഞാൻ ബട്ടൺ അയ്യോ 200% ആ ഒരു പോർഷൻ മാത്രം ഞാൻ ഡിലീറ്റ് അടിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷൻ ഇപ്പം ഈ
ബഡാ ബംഗ്ലാവിൽ കിട്ടിയ ആ ഒരു ബ്രേക്ക്, അതിനെ ഒന്ന് തിരിച്ചു വിടുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന സാധനം കൂടി ബിഗ് ബോസിൽ, കാരണം ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നോ. ഒരു പരിധി വരെ ആ ഒരു, അതായത് ആളുകൾ റിയൽ ഫേസ് റിയൽ ആയിട്ടുള്ള ആര് എന്താണെന്നല്ല, ആളുകൾക്ക് മറ്റേതാണ്. ഒരു വണ്ടി രജിസ്റ്റർ ആയിപ്പോയി. ഒരു 5 years അതങ്ങ് രജിസ്റ്റർ ആയിട്ട് പെട്ടെന്ന് അയ്യോ ഈ കുട്ടി ഭയങ്കര ഔട്ട് സ്പോക്കൺ ആണ്, എല്ലാ റിയാക്ട് ചെയ്യുന്ന ആളാണ്, കുറച്ച് ലൗഡാണ്, അങ്ങനെ വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പക്ഷെ അത് പ്രേക്ഷകരുടെ മാത്രം മിസ്റ്റേക്ക് അല്ല, ആ ഒരു ആംഗിളിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നൊരു സാധനം കൂടിയുണ്ട്. നമ്മൾ എന്താണോ പ്രേക്ഷകരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ അവർ കാണുള്ളൂ. അങ്ങനെ ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ മച്ചാന്റെ മാലാഖയാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്. അത് മുന്നേ ചെയ്ത സിനിമയാണ്. അതിനുശേഷം ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി. അതെ ഷൂട്ട് ചെയ്തപ്പം ആദ്യം ഷൂട്ട് ചെയ്തത് മച്ചാന്റെ മാലാഖയും പിന്നെ ഷൂട്ട് ചെയ്തത് ഐഡന്റിറ്റി അല്ലേ ലാസ്റ്റ് ഇറങ്ങിയ പടം. ഐഡന്റിറ്റിയാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മച്ചാന്റെ മാലാഖ, ഐഡന്റിറ്റി, ഇതൊക്കെ ഈ ഒരു കുറച്ച് നാളായിട്ട് വളരെ വിരലുണ്ടാവുന്ന സിനിമകളാണ് ആര്യ ചെയ്യുന്നത്. ഈ ഒരു സൗഹൃദ വലയം ഇല്ലാത്തതിന്റെ ആയിരിക്കും ഒരു പക്ഷേ അവസരങ്ങൾ കുറഞ്ഞു പോകുന്നത്. എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ പൊതുവെ നമ്മൾ മലയാള സിനിമയുടെ ഒരു മൊത്തത്തിലൊരു നമ്മൾ പുറത്തുനിന്നൊരു വീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. സൗഹൃദ വലയങ്ങളിൽ സിനിമകൾ കുറേ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ അത് കുറ്റം പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അവരുടെ ഒരു കംഫർട്ട് സോൺ ആവാം. ഇപ്പോൾ ഒരു സിനിമ, പിന്നെ ചിലർ കുറേ പേരിപ്പം ഈ നമ്മുടെ ഹിന്ദിയിൽ കരൺ ജോഹർ പറയും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കജോള് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നാലും ആ പടം ഹിറ്റാണ് എന്നൊരു, അങ്ങനത്തെ കുറെ മിത്ത് ഉണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് സിനിമക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് കൂടുതലുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഇദ്ദേഹത്തെ വെച്ച് നമ്മുടെ സിനിമ ചെയ്താൽ അടുത്ത സിനിമയും ഹിറ്റാവും എന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ടൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഇല്ല. അങ്ങനെ അത്രയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനായിട്ട് എനിക്ക് ആരുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ ഓർക്കുള്ളൂ. ഇപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും ഇപ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ടാലൻറ്റ് അല്ല ഒരു സിനിമയിൽ എത്താനോ അല്ലെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനോ ടാലൻറ്റ് വേണമെന്നൊന്നുമില്ല, ഭാഗ്യം വേണം. ടാലൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭാഗ്യം. ഭാഗ്യവും ഈ പറയുന്ന നല്ല കോണ്ടാക്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും. ടാലൻറ്റ് വേണമെന്നൊന്നുമില്ല. ഈ ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലാണ് ആര്യ ആദ്യം വരുന്നത്. ഇപ്പൊ ഏഷ്യനെറ്റ് പോലെ ഒരു ബഡാ ബംഗ്ലാവിൽ വരുന്നു, അവിടുന്ന് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ആര്യ എത്തിപ്പെട്ടു. എന്നിട്ടും ആര്യക്ക് ലക്കില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ലക്കില്ല എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ അവസരങ്ങൾ ഇപ്പൊ എന്നും നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ നമ്മൾ ഈ ഇൻഡസ്ട്രി ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഈ ഒരു മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നു, നാളെ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾ വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു ലക്കിൻ്റെ ഫാക്ടർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന പോലെ സിനിമയുടെ കേസിൽ മാത്രമാണ്. സിനിമയുടെ കേസിൽ യു ഹാവ് ടു ബി വെരി ലക്കി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് വളരെ ബൈ ലക്കിൽ കിട്ടിയ ഒരു കഥാപാത്രമാണ് കുഞ്ഞിരാമായണത്തിലെ മല്ലിക എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനതും ബഡായി ബംഗ്ലാവ് ഞാൻ തുടങ്ങി വളരെ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്താണ് എനിക്ക് കുഞ്ഞിരാമായണം വരുന്നത്. അതൊക്കെ ഭയങ്കര ലക്കാണ്. അതുപോലെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് സംഭവിക്കുന്നത് അതും ലക്കാണ്. ലക്ക് ഈസ് ഡെഫിനറ്റ്ലി എ ഫാക്ടർ. പക്ഷേ ഈ ഫുൾ കരിയർ ലക്കിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നു എന്നും ഞാൻ പറയുന്നില്ല. ഈ കരിയർ ഇസ് വെരി അൺപ്രഡിക്റ്റഡ്. കയ്യാലപ്പുറത്ത് തേങ്ങയാണ് നമ്മുടെ മീഡിയ ഇൻഡസ്ട്രി. ഈ ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്, അതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ഈ ഒരു ഇപ്പം ഞാൻ പറയട്ടെ, മീഡിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സബായിട്ടൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും കാണും. എന്തെങ്കിലും ഒരു സാധനത്തിൽ അവരെന്തായാലും വേറൊരു സോഴ്സ് ഓഫ് ഇൻകം അത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. എല്ലാ ഹീറോസിനും ഈ പറയുന്ന ഹീറോയിൻസിനും മോസ്റ്റ് ആൾക്കാരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്തെങ്കിലും ഒരു ബ്രാൻഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഉള്ള എല്ലാവരും.
അപ്പോൾ അത് ബിക്കോസ് ദേ നോ ഇത് എത്ര കാലം ഇതുണ്ടാവും നമുക്കറിയില്ല. നമ്മളെ സുഖമായിട്ട് റീപ്ലേസ് ചെയ്യാൻ ഒരാൾ വരും. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ചാനലിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കേരള രാഷ്ട്രീയത്തിലുള്ളതിനേക്കാളും പൊളിറ്റിക്സാണ് മലയാളം ചാനൽസിനകത്ത് നടക്കുന്നത്. ഇതൊക്കെ നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ആ പൊളിറ്റിക്സിലൊന്നും പെടാൻ നമുക്ക് പറ്റില്ല. അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ഈ ഫേവറിസംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, ഇപ്പോൾ ഈ ചാനൽസ് പറഞ്ഞത് കൊണ്ട് എടുത്തു ചോദിക്കേണ്ട കാര്യമുണ്ട്. ഈ കഴിഞ്ഞ പോയ കാര്യമാണ്, എന്നാലും പിഷാരടി ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയതിന് ശേഷം അതുകൊണ്ട് മാത്രമാണ് ആ പ്രോഗ്രാം ഒരുപാട് കാലം പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ദാറ്റ് കുഡ് ബി വൺ റീസൺ. അതിപ്പോൾ പിഷു എന്നല്ല, പിഷുവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ മുകേഷ് ഏട്ടൻ പോയിരുന്നെങ്കിലും ചിലപ്പോൾ ആ പ്രോഗ്രാം അങ്ങനെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇവർ രണ്ടുപേരുമാണ് ബഡായി ബംഗ്ലാവിൻ്റെ ഒരു വെരി ടു സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങളിൽ മറ്റേതൊരു ക്യാരക്ടർ അതിനകത്ത് ഇല്ലെങ്കിലും ചിലപ്പം ആ ഷോ പോവും. ഐ മീൻ ആ പരിപാടി മുന്നോട്ട് പോകാൻ പറ്റും ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ. ഇവരിൽ രണ്ടുപേരിലും ഒരാളില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സിനാരിയോ ആയിരുന്നു. സോ അതാണ് വൺ റീസൺ. അതായത് ആൾക്കാർക്ക് പിഷുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ. ഇപ്പം ഈ കുറച്ചു നേരം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ സൗഹൃദം ഒരുപാട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ആര്യയുടെ ലൈഫിലേക്ക് ഒരാൾക്ക് വന്ന് കയറാനാണോ എളുപ്പം, അത് ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണോ എളുപ്പം? എനിക്ക് തോന്നുന്നു വന്ന് കയറാൻ തന്നെയാണ് എളുപ്പം. കാരണം ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സിനിമ ഫീൽഡിൽ എനിക്ക് സൗഹൃദങ്ങളില്ല എന്നുള്ളത് ദാറ്റ് ഈസ് ബിക്കോസ് ഞാൻ അധികം സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ കുറേ സിനിമകളൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനത്തെ സൗഹൃദങ്ങൾ കോൺസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുള്ളൂ. അതാണ്. ഇപ്പം ഞാൻ അമ്മയിൽ മെമ്പറല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പം അത് അല്ല, ഞാൻ അമ്മയിൽ മെമ്പറല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഈ അമ്മയുടെ മെമ്പർഷിപ്പിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നു. ആ സമയത്ത് ഉണ്ടാവുന്ന കുറെ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ അങ്ങനെയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. സോ അതൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നിലും ഞാൻ ഇൻവോൾവ് അല്ല. അതുകൊണ്ടാണ് എനിക്കില്ലാത്തത്. പക്ഷെ അല്ലാത്ത പക്ഷെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ സൗഹൃദങ്ങളുടെ ഒരു ഇത് ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 10-15 വർഷമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇറ്റ്സ് ഈസി ടു കം ഇൻ ടു മൈ ലൈഫ്. വിട്ടു പോകാൻ കുറച്ച് പാടാണ്, പക്ഷെ വിട്ടുപോയിട്ടുള്ളവരും ഉണ്ട്. അതെ. ഈ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സ്റ്റുപ്പിഡാണെന്ന് എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും ഒരു പരിധി വരെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ ബ്ലഡിലുള്ളതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എന്നെ ഞാൻ ഇപ്പൊ കുറെയൊക്കെ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ പോകും തോറും, പ്രായമാകും തോറും, ഈ പറയുന്ന പോലെ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് നമ്മൾ കടക്കും തോറും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ, പണ്ട് ഞാൻ വളരെ സോഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഐ വാസ് ടു സോഷ്യൽ. ഞാനുമായിട്ട് കണക്റ്റ് ആവാൻ ഇറ്റ് വാസ് വെരി ഈസി. ഭയങ്കരമായിട്ട് ഇപ്പം എന്നെ ഒരു കൂട്ടത്തിലൊക്കെ, അറിയാത്ത ഒരു കൂട്ടത്തിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പടയെന്ന് ഞാൻ ജെല്ലാവും. അവിടെ നിന്ന് വേണമെങ്കിൽ 2-3 പേരെ അപ്പം തന്നെ ഞാൻ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ കയറ്റി ഞാൻ കൂടെ വീട്ടിലൊക്കെ കൊണ്ടുപോകും. അത്ര സോഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ അതൊക്കെ, അത് അപകടവും കൂടിയാണ്. അതെ. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് അതെനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ മാറിയോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ പറയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ തന്നെ ചില സാഹചര്യങ്ങളിൽ അത് റിയലൈസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ മേജർ ചേഞ്ച്. അതുകൊണ്ടാണ് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നത് നമ്മൾ മാറിയിട്ടുണ്ടെന്ന്. ഇപ്പം പഴയ പോലെ ഞാൻ പുറത്തൊന്നും പോകാറില്ല. അത് ഇനി വലിയ കുഴപ്പമാണെന്നൊന്നും എനിക്കറിയില്ല. ഐ എം മോർ ഓഫ് എ ഹോംലി പേഴ്സൺ നൗ. എനിക്കിപ്പോൾ കൂടുതലും വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. എൻ്റെ ഫാമിലിയിൽ
സിസ്റ്റർ, മോള്, ഇവരുടെ ഒക്കെ കൂടെ വീട്ടിൽ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. മറ്റേത് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവുക, ഈ പരിപാടി അതൊന്നും ഇല്ല ഇപ്പൊ. ഇല്ല, മെച്യൂരിറ്റി കൂടുതലനുസരിച്ച് ഇനിയിപ്പോ പ്രായമാവണേന്റെ ആണോന്ന് അറിയില്ല, വയസ്സാവുന്നതിന്റെ ആണോന്ന് അറിയില്ല. രാമായണം വായിക്കണക്ക് തോന്നുന്നു. അതെ, ഇടയ്ക്ക് പൂജ ചെയ്യണം, ആ മെന്റാലിറ്റി ആണ് ഇപ്പോഴേ. ആരെയും ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനങ്ങനെ ഒരു അജണ്ട ഒന്നും ഇല്ല. ഈ പറയുന്ന പോലെ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ദാറ്റ് സംതിങ് ദാറ്റ് ടേക്സ് എ ലോങ് ടൈം ഓഫ് നോയിങ് ഈച്ച് അതർ. അല്ലേ, നമ്മളിപ്പോൾ ചടയെന്ന് കയറി നമുക്ക് ഒരാളെ കയറി അങ്ങനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് കുറേ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, കുറേ കാലങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു എലമെൻ്റാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ദാറ്റ് ടേക്സ് ടൈം, ഇറ്റ് കംസ് ഇവൻച്വലി വിത്ത് ടൈം. ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നതും ഇല്ലാത്തതുമൊക്കെ അതെങ്ങനെ ഉത്തരം പറയണം സത്യം എനിക്കറിയില്ല. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് മകളുടെ 13th ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടിരുന്നു. മോള് സുഖമായിട്ടിരിക്കുന്നു. എന്താണ് കലാപരമായിട്ടുള്ള, എന്താണ് മോളുടെ ആര്യയുടെ എന്താണ് കിട്ടിയിട്ടുള്ളത്? അതാണ് അടുത്ത കോമഡി. പ്രത്യേകിച്ച് ആ കുട്ടിക്ക് കലയോട് യാതൊരു താല്പര്യമില്ല. നമ്മള് വിചാരിക്കും അയ്യോ, എന്നുവെച്ചാ അവളുടെ ഫാദർ ആക്ച്വലി ഡാൻസറാണ്. അദ്ദേഹം നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളാണ്. പണ്ട് സ്വന്തമായിട്ട് ഡാൻസ് ട്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന ഫാമിലിയാണ് അവരുടെ. അപ്പം ഞാനും വലിയ തിരക്കേടില്ലാത്ത ഡാൻസ് ഒക്കെ കളിക്കും. അപ്പം ഞങ്ങളുടെ വിചാരം കൊച്ച് ഇനി ഭയങ്കര മറ്റേ മൈക്കൽ ജാക്സൺ കൊച്ചു ഇനി കൊച്ച് ഡാൻസ്. കുട്ടിക്ക് ഒരു താല്പര്യമില്ല ഡാൻസിൽ, ഒരു താല്പര്യം എന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് ഇടണമെങ്കിൽ നമ്മൾ കാല് പിടിക്കണം. ചില റീൽസൊക്കെ ഞാനും അവളും കൂടെ ചെയ്യും. അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും മോള് നന്ന സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നു. ആ ഒരു റീല് ചെയ്യാൻ എത്ര ദിവസം പുറകെ നടന്ന് കാല് പിടിച്ചെന്ന് എനിക്കറിയാം. ആ അവസ്ഥയാണ് പുള്ളിക്കാരത്തേക്ക്. അങ്ങനെ പുള്ളിക്കാരി പടം വരയ്ക്കും. അത് പക്ഷെ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. ഒരു ഐഡിയ ഇല്ല. വരയ്ക്കും, പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എല്ലാം അപ്പോൺ ദ മൂഡാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഇപ്പം മറ്റേ ഈ ജെൻ സിയോ ആ സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ നമുക്കൊന്നും പറയാനും പറ്റില്ല. അവരുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണോ ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ആണ് അവരുടെ ലോകം. ഇപ്പോൾ യൂട്യൂബ്, മറ്റേ കൊറിയൻ മൂവീസ്, ഇതൊക്കെയാണ് ഇവരുടെ ഒരു വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ആകപ്പാടെ എന്നോട് ഈ വെരി റീസെൻ്റ്ലി എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് മോഡലിംഗ് ചെയ്യണം, ഞാൻ വലുതാകുമ്പോൾ സൂപ്പർ മോഡലാവുമെന്ന്. അപ്പം ഞാനിങ്ങനെ ശരി എന്തെങ്കിലും ഞാൻ തുടങ്ങിയത് മോഡലിങ്ങിലാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഓക്കെ എന്തെങ്കിലും ആയല്ലോ. അതായത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അതൊരു ഇനിയെങ്കിലും പറയാമല്ലോ എന്നെപ്പോലെ എൻ്റെ മോക്ക് മോഡലാണ്. എന്ത് പറഞ്ഞു തിരിച്ച് മറുപടി? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. ആദ്യം ഞാനിങ്ങനെ മോഡലോ, പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഓർത്തു ഞാൻ വന്ന മോഡലിംഗ് ആണല്ലോ. ഞാൻ നല്ലതാ ചെയ്തോ. ഈ അമ്മ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള അതിന്റെ ഒരു പ്രിവിലേജ് ഒക്കെ മകൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ഐ മീൻ തമാശക്കെങ്കിലും? ഇല്ലെന്നേ, അതൊരു വല്ലാത്തൊരു കുട്ടിയാ. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു റിസർവ്ഡ് ക്യാരക്ടറാണ്. ഇപ്പോ കഴിഞ്ഞ ഒരു 1 year അതെനിക്ക് തോന്നുന്നു ആ ഒരു ടീനേജിലേക്ക് കയറിയതിന്റെ ടീനേജ് ആകുമ്പോൾ പിള്ളേർക്ക് ഒരു മേജർ ചേഞ്ച് വരുമല്ലോ. അതിലെല്ലാം ഈ ഹോർമോൺ ചേഞ്ച് എല്ലാം ഇൻവോൾവ് ആണ്. അപ്പം ഈ ഒരു 1 year കൊണ്ടിട്ടാണ് ഈ കുട്ടി ഒന്ന് സംസാരിച്ചൊക്കെ നമ്മൾ കാണുന്നത്. അതുവരെ ഈ കൊച്ച് ഭയങ്കര ഒരു പാവം കൊച്ചാ, റിസർവ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ടീച്ചേഴ്സ് പറയും ഒന്നും മിണ്ടത്തില്ല കുട്ടി, ഒന്നും മിണ്ടില്ല, പാവം അത് മിണ്ടാണ്ടിരിക്കും എന്ന് പറയാം. അങ്ങനത്തെ കൊച്ചാ. പക്ഷെ ഇപ്പോൾ ഒരു 1 year ആയിട്ട് ടീച്ചേഴ്സിന്റെ അഭിപ്രായമൊക്കെ മാറി, എല്ലാം തിരുത്തി കുറിച്ചിട്ടുണ്ട്. മിണ്ടാതിരിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സ്, അവരുടെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്, ഭയങ്കര ഗേൾസിന്റെ ഒരു ഗ്യാങ്, അങ്ങനത്തെ ആ ഒരു മോഡിലാണ് ഇപ്പോ മാഡമിന്റെ ഒരു ജീവിതം. ഞങ്ങള് കുറച്ച് വീട്ടുകാരൊക്കെ വീട്ടിലുണ്ടെന്നുള്ള ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഓർമ്മിപ്പിക്കാമല്ലോ. ടീനേജ് പ്രായം കുറച്ച് കഴിയും
അതെ ഫാമിലിയോട് തിരിച്ചൊന്ന് വരാൻ കുറച്ച് അപ്പൊ ഞങ്ങളും വിചാരിച്ച നമ്മളും ഇതൊക്കെ കഴിഞ്ഞാണല്ലോ വന്നത്, നടക്കട്ടെ. ഇപ്പൊ ഞാൻ ഇപ്പം ഒരു കുട്ടി വളരുന്നത് അവരുടെ പേരൻസിനെ കണ്ടിട്ടാണെന്ന് പറയും. ഇപ്പം മകളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അതിലേക്ക് ഒരു സെപ്പറേഷനൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ള ശ്രമങ്ങളൊക്കെ രണ്ടുപേരും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 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 കുട്ടി വളരുന്നത് പേരൻസിനെ മാത്രം കണ്ടല്ല, ചുറ്റുപാടുള്ള എല്ലാവരെയും കണ്ടെത്താണ്. എല്ലാവരുടെ ജീവിതവും, ഇപ്പം ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഞാൻ എൻ്റെ സിബ്ലിങ്ങിൻ്റെ കൂടെ ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നത്, എല്ലാവരും മെയിനായിട്ട് പിള്ളേർ സ്പെൻഡ് ചെയ്യുന്ന മേജർ ടൈം സ്കൂളിലാണ്. സ്കൂളിൽ ഇവരുടെ കൂട്ടുകെട്ടുണ്ടല്ലോ, അതും ഭയങ്കര രീതിയിൽ ഇവരുടെ ലൈഫിനെയും ക്യാരക്ടറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. സോ പാരൻസിനെ മാത്രം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിന്. എല്ലാം ചുറ്റുമുള്ള എല്ലാം ഇന്നിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വരെ പിള്ളേരുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടൈം ലൈനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ അങ്ങനെ കോൺഷ്യസ്ലി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞങ്ങൾക്കായിട്ട് ഓക്കെ മോൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ട്രൈ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ടൈം ഓഫ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് വാസ് ഇല്ല, അത് വർക്കൗട്ട് ആകില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാനായാലും അദ്ദേഹമായാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പീസ് ഓഫ് മൈൻഡ് എന്നുള്ളത് കോംപ്രമൈസ് ചെയ്തിട്ട് മോൾക്ക് വേണ്ടി മാത്രം പേരിന് രണ്ടുപേരും ഒന്നിച്ച് അച്ഛനമ്മ എന്നുള്ള പേരിന് ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട അവസ്ഥയാകുമായിരുന്നു അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ. അതും റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കുഞ്ഞിന് കൊടുക്കുന്നത്. കുഞ്ഞ് കണ്ടു വളരുന്നത് ഈ പറയുന്ന പോലെ ആ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാത്ത അച്ഛനും അമ്മയും ഒരു വീട്ടിൻ്റെ അടിയിൽ താമസിക്കുന്ന എന്ത് കാര്യം. സോ അതിനെക്കാട്ടിലും നല്ലത് അമ്മ ഒരിടത്തുണ്ട്, അച്ഛൻ കുറച്ച് ദൂരെയാണെന്നേ ഉള്ളൂ, ബട്ട് രണ്ടുപേരും അവളുടെ കാര്യങ്ങൾക്കെല്ലാം രണ്ടുപേരും അവൈലബിൾ ആണ്. ആവശ്യമുള്ള എല്ലാ സമയത്തും അവൾക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. രണ്ടുപേരും അവരവരുടെ സ്പേസിൽ വളരെ ഹാപ്പിയുമാണ്. അപ്പോൾ കുഞ്ഞ് കണ്ട് വളരുന്നത് അതാണ്. രണ്ടുപേരും അച്ഛൻ ഇസ് ഹാപ്പി, അമ്മ ഇസ് ഓൾസോ ഹാപ്പി, കുഞ്ഞും ഹാപ്പി. അപ്പം എനിക്ക് തോന്നുന്നു അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആരെ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില തുറന്നു പറച്ചിലുകൾ വരുമ്പോഴത്തേക്കും ഇപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്നൊരു ബന്ധത്തിൽ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീ അങ്ങനെ ഒന്ന് പറയുന്നത് കേൾക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവാം. മേ ബി ഇപ്പം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അറ്റൻഷൻ നമുക്ക് കിട്ടുന്നതായി അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പം അത് പറയുന്നു. പിന്നീട് ഇപ്പം ബിഗ് ബോസിന് ശേഷം ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്നു. എന്നിട്ട് ഇതൊക്കെ തുറന്നു പറയുന്നു, അല്ലെങ്കിൽ ആളുകളത് ഏത് രീതി കൊണ്ട് ആളുകൾക്ക് എടുക്കാം. ആരും ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും, ആളുകളത് പൊതുജനം പലവിധം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും വേണോ വ്യാഖ്യാനിക്കാം. അപ്പം അങ്ങനെ ഇമേജ് കോൺഷ്യസോ അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, ഇത് വേണ്ട, അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ വരാറുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്ന് ആരും ഇതുവരെ അങ്ങനെ എന്തിനാണ് അങ്ങനെ പോയിരുന്ന് പറഞ്ഞത് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ അത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അങ്ങനെയല്ല, അത് കാരണം എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് കമൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ താഴെയൊക്കെ വരുന്ന വളരെ മോശപ്പെട്ട കമൻസും ജഡ്ജ്മെൻ്റലായിട്ടുള്ള കമൻസും അത് വായിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് എന്നെ അറിയാം, വളരെ പേഴ്സണലായിട്ട് അറിയാം. 10-15 വർഷമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അതുപോലെ ആവില്ലല്ലോ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരാൾ. സോ അതുകൊണ്ട് അവർക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് എന്നെ ഇങ്ങനെ ഭയങ്കര ബ്രൂട്ടലായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം വരും. സോ ആ വിഷമം കൊണ്ടിട്ട് അവർ വന്ന് പറയാറുണ്ട്, നീ എന്തിനാ പോയിരുന്ന് പറയണേ, വെറുതെ എന്തിനാ ആൾക്കാർക്ക് പറയാനുള്ള ചാൻസ് ഇട്ട് കൊടുക്കുന്നത് എന്ന് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് ഔട്ട് ഓഫ് കൺസേൺ, അല്ലാതെ വേറൊന്നുമല്ല. വീട്ടുകാരൊന്നും ഇതുവരെയും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ കുറച്ച് മുന്നേ ജീവിതത്തിൽ നിന്നും പലരും ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് തിരിച്ചവർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ? എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ? ആരും ആയിക്കൊള്ളട്ടെ. എനിക്ക് തോന്നുന്നില്ല സ്വീകരിക്കുന്നുള്ളത്. ഇല്ല. കാരണം ഇറങ്ങിപ്പോയിട്ടുള്ളവരെല്ലാം എനിക്ക് അത്രയും ഞാൻ വളരെയധികം പേഴ്സണലി എന്നെ തന്നെ വളരെയധികം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ. അതായത് എൻ്റെ ഇമോഷൻസ് ആണെങ്കിലും എൻ്റെ അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും അതൊരു
അതിനൊരു ലിമിറ്റ് ഇല്ലാതെ ഞാൻ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത്രയും സ്നേഹം ഞാൻ കൊടുത്തിട്ടും അവർക്ക് എന്നെ പുല്ലുപോലെ ഫോർ വെരി സില്ലി റീസൺസ് എന്നെ ഇട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി തിരിച്ചു വന്നിട്ട് കാര്യമൊന്നും എന്നെ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിക്ക് അവരുടെ ലൈഫിൽ അത്രയേ വാല്യൂ അവർ കൊടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ കൂട്ടുകെട്ടുകളിലും ഉണ്ടാവും, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമുക്കത് തുറന്ന് സംസാരിച്ച് പറഞ്ഞ് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള മര്യാദയെങ്കിലും കാണിക്കുന്നവരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയല്ലോ, അല്ലാത്തവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ആര്യ ഇപ്പം? ഓഫ് കോഴ്സ് ആണ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തന്നെയാണ്. അതെ, എത്ര കാലമായിട്ട് അങ്ങനെയാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. ഇനിയൊരു റിലേഷൻഷിപ്പ് ഇപ്പൊ കറന്റ്ലി സിംഗിൾ മദർ. ഇനിയൊരു റിലേഷൻഷിപ്പ്, ഇനി ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് താല്പര്യമില്ല. കല്യാണം, അതായത് അതെ, ഇനി പ്രേമിച്ച് മറ്റേ ലിവിങ് ടുഗെദർ ടെസ്റ്റ് ഒക്കെ നടത്തി അതിലിനി ഓക്കെ ആണോ അല്ലയോ എന്നാൽ അതിനൊന്നും എനിക്ക് വയ്യ. ഞാൻ ആ ഒരു ടൈമൊക്കെ പോയി. കൊച്ചിന് വയസ്സ് 13 ഇല്ല, എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എനിക്ക്. ഇനി എനിക്ക് സത്യം പറഞ്ഞ എനിക്കിത് 2 വർഷമായ മുന്നേ, ഞാൻ 2-3 വർഷമായിട്ട് എനിക്ക് ഈ ഒരു തോട്ടുണ്ട്, ലൈക്ക് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എന്നുള്ളത്. അപ്പൊ ഇപ്പം കുറച്ച് വീട്ടുകാരും ഒക്കെ അവരും ഫ്രണ്ട്സും ഒക്കെ അവർക്കൊക്കെ അവരിങ്ങനെ മറ്റേത് അവരിതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ദാറ്റ് സെറ്റിൽ ആവുക അങ്ങനെയൊന്നും. പക്ഷെ ഇപ്പൊ അവർക്കും ദേ വോണ്ട് ടു സീ മീ സെറ്റിൽ ഡൗൺ ആസ് എ ഫാമിലി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരുമില്ല സിംഗിളായിട്ട്, എല്ലാവരും അവർ അപ്ന ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട്. അപ്പം നമ്മളൊരു ഗെറ്റ് ടുഗെദറൊക്കെ വരുമ്പോൾ അടിപൊളി, എല്ലാവരും ഹസ്ബൻഡും അത് പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പം അവർക്കൊരു ഈ കൊച്ചു മാത്രം എന്തെങ്കിലും നടക്കണം, അതായത് അങ്ങനെയല്ലല്ലോ അത്. ആൻഡ് ഐ ബിലീവ് ഞാൻ എനിക്ക് കുറച്ച് ഫാമിലിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഇല്ലാത്ത ലേഡീസും ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ ദേഴ്സ് എൻ ആണ്ട്, എനിക്ക് ഒരു വല്യമ്മയുണ്ട്. വല്യമ്മ അടിപൊളിയാണ്. വല്യമ്മ സൂപ്പർ സിംഗിൾ മദറായിരുന്നു. അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു. ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അവർ സെപ്പറേറ്റഡായി, ഡിവോഴ്സ്ഡായി. അവർ മകനെ ഒറ്റയ്ക്ക് പിന്നെ അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവർക്കൊരു റിലേഷൻഷിപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ കിഡിലും ഒരു അമ്മയായിരുന്നു. ഷീ വാസ് എ വെരി ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. നല്ല രീതിയിൽ നല്ലൊരു റെപ്യൂട്ടേഷനോടുകൂടി സൊസൈറ്റിയിൽ ജീവിച്ച ഒരു ലേഡിയാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്ക് സപ്പോർട്ടായിട്ട് അത് ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. വി വേർ എ ജോയിൻറ്റ് ഫാമിലി. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അറിയുകയും ചെയ്യാം കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു ഫാമിലി തന്നെയായിരുന്നു. അപ്പം അവിടെ ഒരു ഫാമിലിയുടെ കുറവൊന്നും അറിയില്ല. എന്നാൽ പോലും പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ഈ പറയുന്ന പോലെ ഐ ആം സംവൺ ഹൂ ലവ്സ് ടു ബി ഇൻ എ കമ്പാനിയൻഷിപ്പിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവർക്കും ഓരോരോ പേഴ്സണാലിറ്റീസ് അല്ലേ. ഇനിയൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ മോളുടെ ഒരു അഭിപ്രായം, മോൾ എന്താണ് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ? അവൾക്ക് ഇഷ്ടം, അവൾക്ക് അമ്മ ഇനിയൊരു കാരണം അവളുടെ ഫാദർ കല്യാണം കഴിച്ചു, ആള് മാരീഡ് ആണ്. ഇപ്പം ആൾക്ക് ഒരു വൈഫുണ്ട്, ഒരു കുട്ടിയായി, ഇപ്പോൾ ഒരു കുഞ്ഞു ബേബിയായി. അവളുടെ ബേബി ബ്രദറാണ്. അപ്പം അവള് നോക്കുമ്പം അച്ഛൻ അങ്ങനെ ഭയങ്കര വേറെ കല്യാണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ്. അതായത് അമ്മയും ഒരു കല്യാണം കഴിച്ച് നമ്മളും ഒരു ഫാമിലി ആയിട്ട് പോയാൽ അതും നല്ലതല്ലേ എന്നുള്ള ഒരു തോട്ടൊക്കെ അവൾക്കും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഓക്കെയാണ്. അവൾ പറയുന്നത് യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് യു ഗോ അഹെഡ്, ഐ എം ഹാപ്പി ഫോർ യു. തംസപ്പാണ് അവളുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കിടയിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാനും മോളും ആണോ? അല്ല, അടുത്തൊരു ഫാമിലിയെ പറ്റി ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു? ഐ മീൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും? അല്ല, ഞങ്ങളത് അങ്ങനെ ഭയങ്കര ഡീപ്പ് കോൺവെർസേഷൻസ് ഒന്നും ചെയ്യുന്ന ആളല്ല. ഞങ്ങള് മോസ്റ്റ്ലി ഇപ്പൊ പ്രത്യേകിച്ച് മുമ്പ് പിന്നെയും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അത് ഒരു വലിയൊരു ഇതിലേക്ക് ലിമിറ്റ് ഡൗൺ ആയി.
കാരണം ഞാൻ ഈ പറയുന്ന പോലെ പുള്ളിക്കാരിയും കൂടി കൺസിഡർ ചെയ്യണമല്ലോ. ഷീ ഷുഡൻ ബി അൺകംഫർട്ടബിൾ ദാറ്റ് ഹീ സ്റ്റിൽ വെരി യുനോ ക്ലോസ്ലി ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ എക്സ് വൈഫ് എന്നുള്ള ഒരു സാധനം അവർക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഖുഷിയുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഖുഷിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഖുഷിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം കൂടുതലും സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ബീയിങ് എ സിംഗിൾ മദർ ലൈഫ് എത്രത്തോളം ഈസിയാണ്, എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട്? സിംഗിൾ മദേഴ്സ് ആണെങ്കിലും എല്ലാ അമ്മമാർക്കും ലൈഫ് ഒരുപോലെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെദർ യു ആർ മാരിഡ് പേഴ്സൺ ഓർ യു ആർ എ സിംഗിൾ മദർ, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സിംഗിൾ മദർ ആണെങ്കിൽ പോലും എനിക്ക് ചുറ്റും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സിസ്റ്ററുണ്ട്, സിസ്റ്ററുടെ ഹസ്ബൻഡുണ്ട്, അല്ലാതെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ബ്രദേഴ്സിനെ പോലെയുള്ള കുറേ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, സിസ്റ്റേഴ്സിനെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. സോ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും എനിക്കൊരു ഇംബാലൻസ് ഫീൽ ചെയ്താൽ ആ ഒരു ഇംബാലൻസിനെ ഫില്ല് ചെയ്ത് തരാൻ there are people in my life. എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഷൂട്ട് വന്നു, കുഞ്ഞിന് രാവിലെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, എൻ്റെ അനിയത്തിയാണ് സ്കൂളിൽ വിടുന്നത്. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണ് നമ്മൾ. ലൈഫ് ഇസ് ഓൾ അബൌട്ട് ബാലൻസിങ്. അതിപ്പോൾ നമ്മൾ സിംഗിൾ മദർ ആയാലും ശരി, കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരായാലും ശരി. പിന്നെ ഒരു സിംഗിൾ മദർ എന്നുള്ള ഒരു ടാഗ് വരുന്നത് കൊണ്ട് ആകപ്പാടെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ദൂഷ്യം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളായതുകൊണ്ട് ജഡ്ജ് ചെയ്യും ആൾക്കാർ, ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. ഇപ്പോൾ സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോൾ പോലും ചീത്ത വിളിക്കുമ്പോഴൊക്കെ നിന്നെപ്പോലെ നശിച്ചു പോടി നിൻ്റെ മോളും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. അപ്പം എന്താ അവർ ഉദ്ദേശിച്ച് കമൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ആകെപ്പാടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അല്ലേ, എനിക്കറിയില്ല. അതൊന്നും അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. ഇന്നിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ബ്രോ പറഞ്ഞില്ലേ മോളുടെ 13th ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടു എന്ന്. ആ വീഡിയോ ഇന്ന് അതിനകത്തൊന്നുമില്ല, കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീലാണ് ഞാൻ ഇട്ടിരുന്നത്. ആ റീലിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു, ഇന്നിപ്പം ഞാൻ വരുന്നതിന് കുറച്ച് മുന്നേ എടുത്തു നോക്കിയപ്പോൾ ഒരു കമൻറ്റാ, പോടി മൈരേ. എന്തിനാ ആ റീലിന്റെ താഴെ? ഞാൻ ആ കമന്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ. കാരണം എനിക്കറിയില്ല എന്തിനാണ്. ഒരു മനുഷ്യനാ, ഒരാളാ, അത് ഫേക്ക് പ്രൊഫൈലൊന്നുമില്ല, ഒറിജിനൽ പ്രൊഫൈലാ. അയാൾക്ക് അത് അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിച്ച ആൾക്കാരുടെ സാധാരണ ഫേക്ക് ഐഡി ഇങ്ങനെ ആൾക്കാരുടെ, അതെ അതാണ് ഇപ്പൊ ഫേക്ക് ഐഡിന്ന് അതൊരു സൈക്കാട്രിക് ഒരു ഇച്ചിരി സാധനം, മെന്റൽ സാധനമാണെന്നെങ്കിലും പറയാം. ഫേക്ക് പ്രൊഫൈൽസ് നിന്ന് പോയിട്ട് ഇങ്ങനെ പോയി ചുമ്മാ ഒരു റാൻഡം റീലിൻ്റെ അടിയിലൊക്കെ ചെറിയ വിളിച്ച് കമൻറ്റ് ചെയ്യുന്ന ഇത് പക്ഷേ ഫേക്ക് ഐ ഡി പോലും അല്ല എന്നുള്ളതാണ്. ഒരു ഒറിജിനൽ ഐഡിയുടെ ഐഡിയിൽ നിന്ന് ഇട്ടിരിക്കുന്ന കമൻ്റാണ്. അറിയില്ല, നന്നായി പിൻ ചെയ്തിട്ടത്. സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇടണം. ബാക്കി കാര്യം ആൾക്കാർ നോക്കിയാൽ സാധാരണ ഞാൻ അങ്ങനെയാ ചെയ്യാറ്. ചെയ്യണ്ടേ.